ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നിഷ കൃഷ്ണൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോഡി ക്ലെൻസിങ്ങിൻ്റെ 4ാമത്തെ ഡേ പ്രാക്ടീസുകളാണ്. ആദ്യം നമ്മൾ ഓം ചാണ്ടിങ്ങിൽ നിന്നാണ് തുടങ്ങുന്നത്. നമുക്ക് ഓം ചാണ്ടിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓം അത് കഴിഞ്ഞിട്ട് നമ്മൾ അനുലോം വിലോം പ്രാണായാമം ചെയ്യാം. അത് കഴിഞ്ഞാൽ സൂര്യഭേദിയും ചന്ദ്രഭേദിയും ഇടത്തെ ഭാഗത്തു കൂടെ ചെയ്യണത് ചന്ദ്രഭേദി, വലത്തെ ഭാഗത്ത് കൂടെ ചെയ്യുന്നത് സൂര്യഭേദി. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ചന്ദ്രഭേദി. ഇനി സൂര്യഭേദി. ഇനി നമുക്ക് ഭ്രമരി ചെയ്യാം. ഭ്രമരി എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹമ്മിങ് സൗണ്ടോട് കൂടി ഇതെടുക്കുക, എന്നിട്ട് ബ്രീത്ത് വിടുക. അത്ര ജസ്റ്റ് ഒരു ബി എങ്ങനെ ഹം ചെയ്യുന്നോ അതുമാതിരി ശ്വാസം എടുക്കുക, എന്നിട്ട് വിടുക. പ്രാണായാമം പ്രാക്ടീസ് ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നമ്മുടെ മൈൻഡിനെ സ്ട്രോങ് ആക്കി വെക്കാനുള്ള കുറച്ച് എക്സസൈസുകളിലേക്ക് പോവാണ്. ഒന്നാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അത്രയും കഷ്ടമുള്ളത് നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യത്തിന് മനസ്സിൽ കാണുക. അതിനെ നിങ്ങൾ കാം ആൻഡ് കൂളായിട്ട് ഫേസ് ചെയ്യുന്നതായിട്ട് കാണും. ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെ കാണും. അത് ചെയ്തതിന് ശേഷം ഇനി അടുത്തതായിട്ട് നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തിലേക്ക് നിങ്ങൾ പോവാണ്. ഒരു ബീച്ചോ, ഇപ്പം എക്സാമ്പിളായിട്ട് ഒരു ബീച്ച് എടുക്കാം. ആ ബീച്ചിലൂടെ നിങ്ങൾ നടക്കണത് കാണുക. അവിടുത്തെ ആ കടലിലെ അലകൾ നിങ്ങളുടെ കാലുമ്മ തട്ടി പോകുന്നതായിട്ട് ഫീൽ ചെയ്യുക. നല്ല ഹാപ്പി ആയിട്ട് നിങ്ങൾ കളിച്ച് ചിരിച്ച് നിങ്ങൾ ഡാൻസ് ഒക്കെ ചെയ്യുന്നതായിട്ട് ആ കടലിലും മറയുന്നതും ആ കടലിൽ കളിക്കുന്നതും അതൊക്കെ വിഷ്വലൈസ് ചെയ്യുക ഡീറ്റെയിൽഡ് ആയിട്ട്. അതിനുശേഷം മെല്ലെ കണ്ണ് തുറക്കുക. ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ, അതായത് നിങ്ങൾക്ക് എന്തായി തീരണം അതിനൊക്കെ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ ബോഡിയിൽ, അതായത് നിങ്ങളുടെ ബോഡി എന്നും എങ്ങായിരിക്കണോ അങ്ങനെയുള്ള ചോയ്സസ് ഒക്കെ നമ്മുടെ തോട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ വിഷ്വലൈസ് ചെയ്യുക. അതെങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി വേണ്ടത്, എങ്ങനെയാണ് നിങ്ങളുടെ ആരോഗ്യം വേണ്ടത് എന്നുള്ളതൊക്കെ വിഷ്വലൈസ് ചെയ്യുക. അതിനുശേഷം മെല്ലെ കണ്ണ് തുറക്കുക, എന്നിട്ട് കുറച്ച് നേരം ധ്യാനിക്കുക.
ആദ്യമൊക്കെ തോട്ട് വരും, അതിനെ ജസ്റ്റ് ഒബ്സർവറായിട്ട് ഒബ്സർവ് ചെയ്യുക. മെല്ലെ മെല്ലെ നിങ്ങൾ മൈൻഡ് അല്ലാന്നും ചിന്ത അല്ലാന്നും നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളൊരു ആത്മാവാണെന്ന് നിങ്ങൾക്ക് ആത്മാവ് ബോധമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. മെല്ലെ കണ്ണു തുറക്കുക. ഇന്നത്തെ പ്രാക്ടീസ് ഇത്രയേ ഉള്ളൂ.